ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗായ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ അവസാനം സൈൻ ചെയ്ത 3 പ്ലേയേഴ്സിൻ്റെ റിവ്യൂ ആണ്. ഗായ്സ്, ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗാരത്ത് ബെയിൽ. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സിനും സെയിം അഭിപ്രായം തന്നെയായിരിക്കും. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ഗായ്സ്. ട്രസ്റ്റ് മീ ഗായ്സ്, നിങ്ങളിൽ കോയിൻസ് അവൈലബിൾ ആണെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. അത്രയും എന്താ പറയുക, അത് ഗാരത്ത് ബെയിലിന് മാത്രമല്ല, ശേഷങ്ക ആയാലും ആൻഡ്രി കോൾ ആയാലും കിട്ടില്ല പെർഫോമൻസ് ആണ് വരുന്നത്. ജസ്റ്റ് ഞാൻ സ്റ്റാറ്റ്സ് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്താ, ഇപ്പോൾ എൻ്റെ ഈ ഒരു സ്ക്വാഡിലേക്ക് വരുന്ന സമയത്ത് 2 കിട്ടിലം സെൻറ്റർ ഫോർവേഡാണ് ഉള്ളത്. ഓൾറെഡി ഞാൻ സെൻറ്റർ ഫോർവേഡായിട്ടും കളിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ സെൻറ്റർ സ്ട്രൈക്കറായിട്ടും കളിപ്പിച്ചിട്ടുണ്ട്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും കളിപ്പിച്ചിട്ടുണ്ട്. ഏത് പൊസിഷനിൽ കളിപ്പിക്കുന്ന സമയത്തും ബെയിലിൻ്റെതായ ആ ഒരു പ്ലേയിങ് സ്റ്റൈലും അതിൻ്റെതായ ഒരു ഇമ്പാക്റ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഒരു സെൻറ്റർ ബാക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് മാത്രമല്ല, നിങ്ങളുടെ സ്ക്വാഡിൽ അത്യാവശ്യം ഹാലൻഡ് ഓർ വേറെ ഏത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സെൻറ്റർ ഫോർവേഡ് ഉണ്ടെങ്കിൽ ഗാരത്ത് ബെയിലിനെ റൈറ്റ് വിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ക്രോസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് കിട്ടിയില്ലാൻ പോലെ ജസ്റ്റ് ഒന്ന് ഹെഡ് ചെയ്താൽ മാത്രം മതി. ആ ഒരു തരത്തിലുള്ള ക്രോസാണ് എനിക്ക് പേഴ്സണലി കളിപ്പിക്കുന്ന സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ബെക്കാമായിട്ടൊന്നും ക്രോസ്, അതായത് ബെക്കാമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും ക്രോസ് ഒരു എന്താ പറയുക, ഒരു 3 ക്രോസ് കൊടുക്കുന്ന സമയത്ത് 2 ക്രോസ് കറക്റ്റായിട്ട് അത് ജസ്റ്റ് ഒന്ന് ഹെഡ് ചെയ്താൽ മാത്രം മതി. ആ ഒരു തരത്തിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ സെൻറ്റർ സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന സമയത്തായാലും സെൻറ്റർ ഫോർവേഡായിട്ട് കളിപ്പിക്കുമ്പോൾ കുറച്ചും കൂടി എനിക്ക് ഇമ്പാക്റ്റ് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഹെഡ് ചെയ്യും. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട്, സ്പീഡും ഉണ്ട്. കൗണ്ടർ അറ്റാക്ക് ഒക്കെ വരുന്ന സമയത്ത് വേറെ മാതിരിയാണ് ഗൈസ്. ഒരുപാട് നാൾ വെയിറ്റ് ചെയ്ത ഒരു കാർഡായിരുന്നു. അവസാനം വന്ന സമയത്ത് എനിക്ക് പേഴ്സണലി സൈൻ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയും എന്താ പറയുക, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റിൽ എൻ്റെ വൺ ഓഫ് ദ എന്താ പറയുക, എനിക്ക് അത്രയും എൻ്റെ ഒരു ടോപ്പ് 3 എടുക്കുന്ന സമയത്തായാലും ഗാരത്ത് ബെയിൽ എന്തായാലും ഉണ്ടാവും. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറാണ്. ജസ്റ്റ് ഞാൻ സ്റ്റാറ്റ്സ് ഞാൻ കാണിച്ചു തരാം. ഓവറോൾ റേറ്റിംഗ് 107 വരുന്നത്. അതുപോലെ ബോൾ കൺട്രോൾ 97 ഗൈസ്. ട്രിപ്പിളിങ് എന്നൊക്കെ പറഞ്ഞാൽ 99. അതും ആ ഒരു സ്പീഡ് വെച്ച് ട്രിപ്പിൾ ചെയ്യുന്ന സമയത്ത് അത്രയും ഈസി ആയിട്ട് എന്താ പറയുക, എത്ര വലിയ ഡിഫൻഡർ ആയാലും, നമ്മൾ ഓപ്പോണേറ്റ് വരുന്നതിൽ എത്ര വലിയ ഡിഫൻഡർ ആയാലും അത്യാവശ്യം ബെയിലിനെ വെച്ച് കളിപ്പിക്കാൻ അറിയാവുന്ന പ്ലെയർ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ബീറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ടൈറ്റ് പൊസിഷൻ 95 വരുന്നുണ്ട്, അതുപോലെ ഫിനിഷിങ് 90 വരുന്നുണ്ട്. ഫിനോമിനൽ ഫിനിഷിംഗ് ആണ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം എന്തുകൊണ്ടും എന്താ പറയുക, ഒരു സ്ട്രൈക്കർക്കായാലും ഒരു വിങ്ങർക്കായാലും വേണ്ട എല്ലാ സ്റ്റാറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഓട്ടോ ആണ് ഗൈസ് കൊടുത്തത്. ഇനിയിപ്പോൾ ഞാൻ ഇതെന്തായാലും കസ്റ്റം ചെയ്യും, കാരണം 104 സ്പീഡും 100 കിക്കിംഗ് പവറും വരുന്ന ഒരു സ്റ്റാറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാതെ ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഓട്ടോ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യുന്നതാണ്. ഇതിലെ തന്നെ എനിക്ക് തോന്നുന്നു 96 ആണ് കിക്കിംഗ് പവർ വരുന്നത്, ജമ്പിങ് 82 ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ഓൾമോസ്റ്റ് എല്ലാം എന്തുകൊണ്ടും നമ്മൾ എന്താ പറയുക, ഒരു ഓവറോൾ നോക്കുന്ന സമയത്ത് കിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, കോയിൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾ നെക്സ്റ്റ് സീസൺ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കാർഡ് വന്നേക്കാം, ചിലപ്പോൾ ടോട്ടൻഹാം ഹോട്ട്സ്പറിൻ്റെല്ലാം വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ എന്തായാലും ഇപ്പോൾ ഇത് വന്നതുകൊണ്ട് ഒരുപാട് ഡിലേ ആവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നല്ല രീതിയിലുള്ള സമയം എടുക്കും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇതുപോലൊരു വിങ്ങറെയോ സ്ട്രൈക്കറെയോ നിലവിൽ ആവശ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടും സൈൻ ചെയ്യാം. പിന്നെ അടുത്തത്, ഈ ഒരു പ്ലെയറിനെ ഞാൻ സത്യം പറഞ്ഞാൽ സൈൻ ചെയ്യണം എന്ന് വിചാരിച്ചൊരു പ്ലെയറൊന്നും ആയിരുന്നില്ല. പക്ഷേ ഒരുപാട് യൂട്യൂബേഴ്സ് വളരെ എന്താ പറയുക, അത്രയും ഒരുപാട് കോയിൻസ് സ്പെൻഡ് ചെയ്തിട്ട് ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്തതായിട്ട് ഞാൻ കണ്ടു. അപ്പം അങ്ങനെ സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത്രയും
റിസൾട്ട് തരുന്ന പ്ലെയർ ആയിരിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ സൈൻ ചെയ്ത് നോക്കിയത്. ജസ്റ്റ് ഞാൻ ഒരു മാച്ചാണ് കളിപ്പിച്ചത്. പക്ഷേ എനിക്കിപ്പോൾ ഓൾറെഡി കളിപ്പിക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ട് വലിയ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ കളിപ്പിച്ചതിന് ശേഷം ഈ ഒരു പ്ലെയറിൻ്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഓവറോൾ ഗൈസ് 106 ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ 104 തന്നെ 96 അവയർനെസ് വരുന്നുണ്ട്. അതുപോലെ ബോൾ കൺട്രോൾ, ട്രിപ്പിളിംഗ് ഒക്കെ അത്യാവശ്യം വേണ്ട ഒരു സ്ട്രൈക്കർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട സ്റ്റാറ്റ്സ് ഒക്കെ ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഫിനിഷിംഗ് ആയാലും 93 വരുന്നുണ്ട്. അതുപോലെ കേളിംഗ് 83 വരുന്നുണ്ട്. ഗൈസ് സ്പീഡ് 96, ആക്സലറേഷൻ 98. അതും നിങ്ങൾ ആലോചിക്കണം. 106 വരെയൊക്കെ പോകും. 106 വരെയൊക്കെ പോകുന്ന സമയത്ത് എനിക്കൊന്ന് 100 അടുത്ത് എന്തായാലും സ്പീഡും വരും, ആക്സലറേഷനും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാനുള്ള സാധ്യതയുണ്ട്. കിക്കിംഗ് പവർ 92 വരുന്നുണ്ട്. അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ സ്കോറിലേക്ക് ഒരു സ്ട്രൈക്കറൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു പ്ലെയറും എന്തുകൊണ്ട് വർത്ത് ആയിരിക്കും. പക്ഷേ എത്രമാത്രം റിസൾട്ട് തരാൻ പറ്റും എന്ന് എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒരു മാച്ച് മാത്രമേ കളിപ്പിച്ചിട്ടുള്ളൂ. അതും സെക്കൻഡ് ഹാഫിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. വലിയ രീതിയിലുള്ള ഒരു മാച്ച് ഫുള്ളായിട്ട് കളിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മാച്ച് കളിപ്പിച്ച് കഴിഞ്ഞാലേ നമ്മുടെ സ്കോഡുമായിട്ടൊന്ന് സെറ്റായിട്ട് വരത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമാണ്. ഒരു വലിയൊരു പ്ലെയർ വന്നതിന് ശേഷം നമ്മുടെ പ്ലേയിങ് സ്റ്റൈലായിട്ട് ആ ഒരു പ്ലെയർ കണക്റ്റ് ആവാൻ കുറച്ച് സമയമെടുക്കും. റൊണാൾഡോ വന്ന സമയത്തും എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈം ഒരു എന്താ പറയുക സെറ്റായിരുന്നില്ല. കാരണം റൊണാൾഡോനെ കളിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് അവസാനം ചെയ്ത വീഡിയോയിൽ ഞാൻ റൊണാൾഡോനെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗായ്സ് ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. റൊണാൾഡോ ഗായ്സ് എവിടുന്ന് കിക്ക് എടുത്തതിനാലും ഗോളാണ് ഗായ്സ്. എവിടുന്ന് ബോക്സിനകത്തുനിന്നല്ല, ബോക്സിന് പുറത്തുനിന്നല്ല, എവിടുന്ന് കിക്ക് എടുത്തതിനാലും ഒരു 98 or 97 കൺഫേം ആണ് ഗൈസ്, കൺഫേം ആണ്. കളിപ്പിച്ച പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ഒരുപാട് പ്ലേയേഴ്സ് പറയുന്നുണ്ട് 40 വയസ്സാണ്, അതുപോലെ വേറെ എന്തൊക്കെയോ നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെയുള്ള ജസ്റ്റ് നിങ്ങൾ കളിപ്പിച്ച് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ കയ്യിൽ ഈ കാർഡ് അവൈലബിൾ അല്ലെങ്കിൽ അവൈലബിൾ ആയ ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങൾ കളിപ്പിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഈ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ നിലവാരം എത്രമാത്രം ഇമ്പാക്റ്റ് തരാൻ എത്രമാത്രം റിസൾട്ട് തരുമെന്ന് നിങ്ങൾക്ക് അപ്പോഴേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത് വെറുതെ 40 വയസ്സിന് ഏജ് ഡസൻ മാറ്റർ. ഇത് നമ്മൾ റിയൽ ഫുട്ബോൾ അല്ല, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഗെയിമിൽ കൊടുത്ത സ്റ്റാറ്റ്സ് വൈസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത്യാവശ്യം നല്ല എന്താ പറയുക. ഒരിക്കലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2018 ആ റൊണാൾഡോ ആയിട്ട് കമ്പയർ ചെയ്യില്ല. അത് വേറെ ഇത് വേറെ. പക്ഷേ എന്തുകൊണ്ട് ഒരുപാട് റൊണാൾഡോ ഫാൻസ് വെയിറ്റ് ചെയ്ത അതിനനുസരിച്ച് അതിനേക്കാൾ അത്രയും എന്താ റൊണാൾഡോ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ യുണൈറ്റഡിൻ്റെ ആ ഒരു പെർഫോമൻസ് അല്ല. പക്ഷേ ഈ ഒരു റൊണാൾഡോ അത്യാവശ്യം സീനാണ് ഗൈസ്, അത്യാവശ്യം സീനാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ആൻഡ്രി കോൾ. ഈ പ്ലെയറിന് ഞാൻ വലിയ രീതിയിൽ എന്താ പറയുക എടുക്കണം എന്ന് ആഗ്രഹിച്ച പ്ലെയറൊന്നും ആയിരുന്നില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. സ്റ്റാറ്റ്സ് വൈസ് നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം അധികം വലിയ രീതിയിലുള്ള സ്റ്റാറ്റ്സ് ഒന്നുമില്ല. ഒരു സൂപ്പർ സബ്ബായിട്ടൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് ഞാൻ ഒരു കളി സൂപ്പർ സബ്ബായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ കളിയും പുള്ളിക്കാരൻ നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക ഒരു ഇമ്പാക്റ്റ് കാണാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന് ഓവറോൾ 104 ആണ് വരുന്നത്. ഞാൻ ബൂസ്റ്റർ കാർഡൊന്നും കൊടുത്തിട്ടില്ല. 92 അവയർനെസ്, ബോൾ കൺട്രോൾ 83, 85 ട്രിബിളിങ് 80, ടൈറ്റ് പൊസിഷൻ 85. ഫിനിഷിംഗ് ആണ് ഗൈസ്. ഫിനിഷിങ് എനിക്കൊന്ന് ഇത് ബൂസ്റ്റർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ 96ഓളം ഫിനിഷിങ് വരുന്നുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹെഡ് ചെയ്ത് സ്കോർ ചെയ്യാൻ പുള്ളി ബെസ്റ്റാണ്. നല്ല രീതിയിൽ ഹെഡിങ് എബിലിറ്റി ഉണ്ട്. അതുപോലെ അഗ്രഷനും ബോക്സിലേക്ക് നല്ല രീതിയിൽ ഇടിച്ച് കയറുന്നുണ്ട്. ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക ഒരു ഇബ്രാഹിമോവിച്ചിൻ്റെ ഒക്കെ ഒരു അഗ്രഷൻ ഉണ്ടല്ലോ, ആ ഒരു തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ്, ആ ഒരു മെൻറ്റാലിറ്റിയാണ് എനിക്ക് ആ ഒരു കളിയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളും ആക്സലറേഷൻ എല്ലാം ഉണ്ട്. വലിയ രീതിയിലുള്ള പറക്കുന്ന പ്ലെയർ ഒന്നുമല്ല. നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് സൂപ്പർ സബ്ബായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു താരമാണ്. കാണുന്നുണ്ടല്ലോ ഓൾമോസ്റ്റ് എല്ലാം 80 above വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 പ്ലെയറിൻ്റെ റിവ്യൂ ആണ്.
നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു കാർഡിൽ ഈ ഏതെങ്കിലും പ്ലേയേഴ്സിനെ കിട്ടിയ ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ഗൈസ്, നമ്മുടെ ഗിവ് അവേയുടെ അപ്ഡേറ്റ് നാളെയോ മറ്റന്നാളെയോ സിനാൻ്റെ പേജിൽ ഇടുന്നതായിരിക്കും. പുള്ളിക്കാരൻ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയത്. എന്തായാലും ഒരു 3-4 ദിവസം മാക്സിമം അതിനകത്ത് നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ കറക്റ്റ് അപ്ഡേഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ്